നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഇൻസ്റ്റൻറ്റ് ദോശയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതും രുചികരവുമായ ഒരു ഇൻസ്റ്റൻറ്റ് ദോശ. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂളിൽ കൊണ്ടുപോകുന്ന ലഞ്ച് ബോക്സിൽ വെക്കാനായിട്ട് ഒരു എക്സലൻ്റ് ഐറ്റമാണിത്. ഇതിനായിട്ട് വേണ്ടത് 1 കപ്പ് മൈദ അല്ലെങ്കിൽ കേക്ക് ഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. പകരം ഗോതമ്പ് പൊടി ആണെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞതാണ്. 1/2 കപ്പ് ഉള്ളി ചെറുതായിട്ടരിഞ്ഞത്. പിന്നെ 1/2 കപ്പ് തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത്. 1/2 കപ്പ് പല കളറിലുള്ള പെപ്പർ ചെറുതായിട്ട് അരിഞ്ഞത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തത്. ഇത്രയും ഐറ്റംസ് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത് മൊത്തം ഞാൻ 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഒത്തിരി അങ്ങ് നീണ്ടു വരുന്ന കൺസിസ്റ്റൻസി ആകരുത്, ഒത്തിരി കുറുകിയിരിക്കുകയും ചെയ്യരുത്. ഒത്തിരി നീണ്ടുപോയാൽ പച്ചക്കറികൾ ചേർക്കുന്നത് കൊണ്ട് ഇതുണ്ടാക്കുമ്പോൾ ദോശ പൊടിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ടോട്ടൽ 1.5 കപ്പ് ഒഴിച്ചു. നല്ലതായിട്ട് ഒന്ന് ഇളക്കി. ഒരു ചെറുതായിട്ട് എരിവ് കിട്ടാനായിട്ട് വേണ്ടവർക്ക് ഒരു പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ഇതുപോലെ ചോപ്പ് ചെയ്ത് ചേർക്കുക. കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കാം. ഞാനിവിടെ എരിവിനായിട്ട് ചേർക്കുന്നത് കുറച്ച് ഉണക്കമുളകിൻ്റെ ചില്ലി ഫ്ലേക്സ് ആണ്. പിന്നെ പ്രോട്ടീന് വേണ്ടിയിട്ട് ചേർക്കുന്നത് ഒരു മുട്ടയാണ്. അതാണ് ഇത് വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആകുന്ന ഇൻഗ്രീഡിയൻറ്റ്. ആവശ്യത്തിന് പ്രോട്ടീനുമായി ചില്ലി ഫ്ലേക്സ് കൂടെ ചേർക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ചൂടാക്കിയ തവയിൽ ഒത്തിരി നിരത്താതെ തന്നെ ഒരു മീഡിയം തിക്നെസ്സിൽ ദോശ പോലെ ഉണ്ടാക്കിയെടുക്കുക. വളരെ ഹെൽത്തി ആയതും രുചിയായതും ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റും ആവശ്യത്തിന് വേണ്ടുന്ന പ്രോട്ടീനും ഫൈബറും എല്ലാമുള്ള കറി വേണ്ടാത്ത ഒരു ദോശയാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഇത് ഒരുമാതിരി ഒരു വശം വെന്ത് കഴിയുമ്പോഴേക്കും സ്വല്പം നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് ഒരു ചെറുതായിട്ട് മൊരിയുന്ന പാകത്തിന് എടുക്കുക. ഏറ്റവും രുചിയായിട്ട് തിന്നാൻ പറ്റുന്നത് ഒരു ചെറു ചൂടോടുകൂടിയാണ്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈനി തോമസ്. ഉടനെ തന്നെ ഒരു പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ അരികിലേക്ക് ഓടിയെത്തുന്നതായിരിക്കും. താങ്ക് യു.